സക്സസ് ഫയലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 100 ചോദ്യങ്ങളാണുള്ളത്. ഈ 100 ചോദ്യങ്ങളും PSC ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വിറ്റാമിൻ എ, ഡി, കെ എന്നിവ. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിറ്റാമിൻ എ, ഡി, കെ എന്നിവ. അടുത്തത്, ചുവടെ പറയുന്ന പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. ചുവടെ പറയുന്ന പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 4, 2, 3. ഫസ്റ്റ് വരുന്നത് മൗണ്ട് എവറസ്റ്റ്, പിന്നെ മൗണ്ട് K2, അതിനുശേഷം കാഞ്ചൻജംഗ, അതിനുശേഷം നന്ദാദേവി. ഖൈബർ, ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഖൈബർ, ബോലാൻ എന്നീ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ് ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഡീട്രിച്ച് ബ്രാൻഡീസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡീട്രിച്ച് ബ്രാൻഡീസ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുപ്പൂർ. തിരുപ്പൂരിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയാണ് ഇന്ത്യയിൽ ക്രോമൈറ്റിന്റെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ചുവടെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത്? ഓപ്ഷൻ സി പക്ഷിപാതാളം. ചുവടെ പറയുന്നവയിൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത് പക്ഷിപാതാളം. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത്. കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? തിരുനക്കര ക്ഷേത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുനക്കര ക്ഷേത്രം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആര്യപ്പള്ളം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആര്യപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആര്യപ്പള്ളം. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം. കേദാർനാഥ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേദാർനാഥ്. കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. അൽബറൂണി. അൽബറൂണിയാണ് കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. സെന്റ് തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്നത്. സെന്റ് തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്നത്.
തങ്കശ്ശേരി കോട്ട. തങ്കശ്ശേരി കോട്ടയാണ് സെന്റ് തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്നത്. ശുചീന്ദ്രം കൈമുഖ് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുഖ് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുഖ് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ ആയിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, CP രാമസ്വാമി അയ്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. രാമനമ്പി. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യറാണ് കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ ബി TR കൃഷ്ണസ്വാമി അയ്യർ. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭമാണ് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവരിൽ ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവയിൽ ആരാണ്? AB എന്നിവർ. പഴശ്ശിരാജയും താത്തിയ തോപ്പിയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ചുവടെ പറയുന്നവയിൽ ഏതാണ്? മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ചുവടെ പറയുന്നവയിൽ ഏതാണ്? മഹാജനസഭ. മഹാജനസഭയാണ് മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്തത്. 1948 നടന്ന മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടനയാണ് മഹാജനസഭ. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. വയനാട് പീഠഭൂമി. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇടുക്കി ജലസേചന പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഇടുക്കി ജലസേചന പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം 1999. 1999 കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്?
സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്? മോഹൻജോദാരോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. മോഹൻജോദാരോ. മോഹൻജോദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ചുവടെ പറയുന്നവയിൽ ഏതിന്റെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നത്? ചുവടെ പറയുന്നവയിൽ ഏതിന്റെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്ന് അറിയപ്പെടുന്നത്? ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്ന് അറിയപ്പെടുന്നത്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം AD 1961. AD 1961 ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഒഡയറിനെ വധിച്ചത് ആര്? ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഒഡയറിനെ വധിച്ചത് ആര്? ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ. ആരുടെ യഥാർത്ഥ നാമമാണ് കാതറിൻ മേരി? ആരുടെ യഥാർത്ഥ നാമമാണ് കാതറിൻ മേരി? സരളാബെൻ. സരളാബെൻ. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത്? ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 300A. 300Aയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത് അനുച്ഛേദം 21. അനുച്ഛേദം 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 32. അനുച്ഛേദം 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി അനുച്ഛേദം 32. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക എന്നത് നിർദ്ദേശക തത്വമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, മൗലിക കടമയാണ്, മൗലിക അവകാശമാണ്. ഇതില് ഏതാണ് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക എന്നത്? മൗലിക കടമയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൗലിക കടമ. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2002. 2002ലാണ് 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെട്ട ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നീലം സഞ്ജീവ റെഡ്ഡി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി
സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? വി ഭാസ്കരൻ. വി ഭാസ്കരനാണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിവരാവകാശ നിയമപ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അടയ്ക്കേണ്ട പരമാവധി പിഴ സംഖ്യ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അടയ്ക്കേണ്ട പരമാവധി പിഴ സംഖ്യ എത്രയാണ്? 250 രൂപ. 250 രൂപ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘം എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘം എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? അരുണ റോയ്. അരുണ റോയ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. 2002. 2002. ഇന്ത്യൻ ഭരണഘടനയിൽ 243A വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ 243A വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഗ്രാമസഭ. ഓപ്ഷൻ ഡി ഗ്രാമസഭ. അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ്? അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ്? കാള. അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം കാള. പതാകകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വെക്സിലോളജി. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ചുവടെ പറയുന്നതിൽ മുട്ടയിടുന്ന സസ്തിനി ഏതാണ്? ചുവടെ പറയുന്നതിൽ മുട്ടയിടുന്ന സസ്തിനി ഏതാണ്? ഉറുമ്പുതീനി. ഉറുമ്പുതീനി. ചുവടെ പറയുന്നവയിൽ ഹരിത കണം കാണപ്പെടുന്നത്? ചുവടെ പറയുന്നവയിൽ ഹരിത കണം കാണപ്പെടുന്നത്? യുഗ്ലീന. ഓപ്ഷൻ സി യുഗ്ലീന. ട്രോക്കോമ എന്ന രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. ട്രോക്കോമ എന്ന രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. ട്രോക്കോമ എന്ന രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കണ്ണ്. ഓപ്ഷൻ സി കണ്ണ്. ഹൃദയത്തിൽ മൂന്ന് അറകളുള്ള ജീവി ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഹൃദയത്തിൽ 3 അറകളുള്ള ജീവി ചുവടെ പറയുന്നവയിൽ ഏതാണ്? തവള. ഹൃദയത്തിൽ 3 അറകളുള്ള ജീവിയാണ് തവള. ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ക്രോമസോം. ഓപ്ഷൻ ബി ക്രോമസോം. ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കിയാണ്. ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത് വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കിയാണ്. ടോണോപ്ലാസ്റ്റ് എന്നത് ഏതിന്റെ അടിസ്ഥാന ആവരണമാണ്? ടോണോപ്ലാസ്റ്റ് എന്നത് ഏതിന്റെ അടിസ്ഥാന ആവരണമാണ്? പ്ലാന്റ് സെൽ വോക്കോൾ. ഓപ്ഷൻ സി പ്ലാന്റ് സെൽ വോക്കോൾ. മനുഷ്യനിൽ മധ്യകർണം നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യനിൽ മധ്യകർണം നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥികൾ കൊണ്ടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അസ്ഥികൾ കൊണ്ടാണ് മനുഷ്യനിൽ മധ്യകർണം നിർമ്മിച്ചിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? SO2. ചുവടെ തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകം SO2.
ഹൈബർനേഷൻ എന്നറിയപ്പെടുന്നത് ഊർജ്ജനഷ്ടം കുറയ്ക്കുവാനായി ജീവികളിൽ ഏത് സമയത്ത് പ്രകടമാക്കുന്ന തുടർച്ചയായ നിദ്രയാണ്. ഹൈബർനേഷൻ എന്നറിയപ്പെടുന്നത് ഊർജ്ജനഷ്ടം കുറയ്ക്കുവാനായി ജീവികളിൽ ഏത് സമയത്ത് പ്രകടമാകുന്ന തുടർച്ചയായ നിദ്രയാണ്. ശിശിരം. ഓപ്ഷൻ ബി ശിശിരം. ഹൃദയത്തിൽ അശുദ്ധരക്തം മാത്രം പമ്പ് ചെയ്യുന്ന ജീവിക്ക് ഉദാഹരണം. മത്സ്യം. മത്സ്യം. ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് അയിരിൽ നിന്നാണ്? ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് അയിരിൽ നിന്നാണ്? ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റിൽ നിന്നുമാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. സോഡിയം കാർബോണേറ്റ് എന്നത് ഏതിന്റെ രാസനാമമാണ്? സോഡിയം കാർബോണേറ്റ് എന്നത് ഏതിന്റെ രാസനാമമാണ്? വാഷിംഗ് സോഡ. ഓപ്ഷൻ ഡി വാഷിംഗ് സോഡ. ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ദ്രവ ഓക്സിജൻ. ദ്രവ ഓക്സിജനാണ് റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു മൂലകത്തിന്റെ അറ്റോമിക് സംഖ്യ 7 ആണ് അതിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു മൂലകത്തിന്റെ അറ്റോമിക് സംഖ്യ 7 ആണ് അതിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്നത്. 7 പ്രോട്ടോണുകൾ. 7 പ്രോട്ടോണുകൾ. ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത്. ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു രാസസംയുക്തത്തിന്റെ സാധ്യമായ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഒരു രാസസംയുക്തത്തിന്റെ സാധ്യമായ ഏറ്റവും ചെറിയ യൂണിറ്റ്. തന്മാത്ര. ഓപ്ഷൻ സി തന്മാത്ര. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 എങ്കിൽ N ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 എങ്കിൽ N ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 1. ഓപ്ഷൻ ബി 1. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തം ഏതാണ്? ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത്. പിഗ് അയൺ. പിഗ് അയൺ എന്നാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത്. ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? മർദ്ദവും ഊഷ്മാവും. ഓപ്ഷൻ സി മർദ്ദവും ഊഷ്മാവും. മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില ഡാഷ്. മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. ഓപ്ഷൻ ബി കൂടുന്നു. എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, അയൺ. കാർബൺ, അയൺ എന്നിവയാണ് എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതിന്റെ സാന്നിധ്യമാണ്? ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതിന്റെ സാന്നിധ്യമാണ്? കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഇലക്ട്രോൺ നേടുന്ന പ്രക്രിയയാണ്. ഇലക്ട്രോൺ നേടുന്ന പ്രക്രിയ. റിഡക്ഷൻ. ഇലക്ട്രോൺ നേടുന്ന പ്രക്രിയ റിഡക്ഷൻ. പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? എത്തിലീൻ. ഓപ്ഷൻ ഡി എത്തിലീൻ.
ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം ചുവടെ പറയുന്നവയിൽ ഏതാണ്? AC വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിന്. AC വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിന്. തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിനായി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിനായി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിൽ. ഓപ്ഷൻ എ സമാന്തര രീതിയിൽ. ഒരു ഡൈനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വം ഏതാണ്? ഒരു ഡൈനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വം ഏതാണ്? ഊർജത്തെ പരിവർത്തനം ചെയ്യുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഊർജത്തെ പരിവർത്തനം ചെയ്യുക. ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടാനിടയാക്കുന്ന സാഹചര്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടാനിടയാക്കുന്ന സാഹചര്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ചുറ്റിക ഉപയോഗിച്ച് കാന്തത്തെ ശക്തിയായി അടിച്ചു പരത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചുറ്റിക ഉപയോഗിച്ച് കാന്തത്തെ ശക്തിയായി അടിച്ചു പരത്തുക. പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ്. മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞന്റെ പേരുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ചുവടെ പറയുന്നവയിൽ ഏതാണ്? മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞന്റെ പേരുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ക്വാണ്ടം സിദ്ധാന്തം. ഓപ്ഷൻ എ ക്വാണ്ടം സിദ്ധാന്തം. ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തുവരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ അത് ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തുവരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? ഹൈപ്പർമെട്രോപ്പിയ. ഓപ്ഷൻ സി ഹൈപ്പർമെട്രോപ്പിയ. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗം. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗം. തിമിരം. ഓപ്ഷൻ ഡി തിമിരം. ചുവടെ പറയുന്നവയിൽ സ്വയം പ്രകാശിക്കാത്തത് ഏതാണ്? ചുവടെ പറയുന്നവയിൽ സ്വയം പ്രകാശിക്കാത്തത് ഏതാണ്? ചന്ദ്രൻ. ഓപ്ഷൻ ബി ചന്ദ്രൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. ചന്ദ്രനിലേക്കുള്ള ദൈർഘ്യവും നക്ഷത്രങ്ങളിലേക്കുള്ള ദൈർഘ്യവും അന്തരീക്ഷവായുവിന്റെ സാന്ദ്രതയിലുള്ള വ്യതിയാനങ്ങളും. നക്ഷത്രങ്ങളിലേക്കുള്ള ദൈർഘ്യവും അന്തരീക്ഷവായുവിന്റെ സാന്ദ്രതയിലുള്ള വ്യതിയാനങ്ങളുമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം. പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടി ചുവപ്പ് പ്രകാശം കടന്നുപോയാൽ മാറ്റം സംഭവിക്കുന്നത് ഏതിനാണ്? ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടി ചുവപ്പ് പ്രകാശം കടന്നുപോയാൽ മാറ്റം സംഭവിക്കുന്നത് ഏതിനാണ്? തരംഗദൈർഘ്യം. ഓപ്ഷൻ എ തരംഗദൈർഘ്യം. താപോർജ്ജം സഞ്ചരിക്കുന്നതിന് ആവശ്യമായ മാധ്യമം. താപോർജ്ജം സഞ്ചരിക്കുന്നതിന് ആവശ്യമായ മാധ്യമം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മാധ്യമം ആവശ്യമില്ല. പ്രാഥമിക വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മഞ്ഞ. ഓപ്ഷൻ എ മഞ്ഞ. ഒരു ചാലകത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധം. ഒരു ചാലകത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധം കൂടുന്നു. ഓപ്ഷൻ ബി കൂടുന്നു. കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നത്. കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെടുന്നത്.
ഇലക്ട്രോണുകളുടെ പ്രവാഹം. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ സദിശ അളവുകൾ അല്ലാത്തത്. ചുവടെ പറയുന്നവയിൽ സദിശ അളവുകൾ അല്ലാത്തത്. ഊർജം. ഓപ്ഷൻ ഡി ഊർജം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് പവറിന്റെ യൂണിറ്റ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പവറിന്റെ യൂണിറ്റ്? 2, 3 എന്നിവ. ജൂൾ പെർ സെക്കൻഡും വാട്ടും. ഗാൽവനൈസ്ഡ് അയൺ എന്നത് ഏതിന്റെ ആവരണമാണ്? ഗാൽവനൈസ്ഡ് അയൺ എന്നത് ഏതിന്റെ ആവരണമാണ്? സിങ്ക്. ഗാൽവനൈസ്ഡ് അയൺ എന്നത് ഏതിന്റെ ആവരണമാണ്? സിങ്ക്. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? നിക്രോം. ഓപ്ഷൻ സി നിക്രോം. ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനം ചുവടെ പറയുന്നവയിൽ ഏത് രീതിയിലാണ്? ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനം ചുവടെ പറയുന്നവയിൽ ഏത് രീതിയിലാണ്? തെർമയോണിക് വാൽവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തെർമയോണിക് വാൽവ്. ഇലക്ട്രിക് കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇലക്ട്രിക് കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഡൈനാമോ. ഇലക്ട്രിക് കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ഡൈനാമോ. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതിലാണ്? ഹൈഡ്രജൻ വാതകം. ഓപ്ഷൻ ബി ഹൈഡ്രജൻ വാതകം. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമന്റ് ചെയ്യുക. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.